ഈ പ്രഭാതത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ വെള്ളിയാഴ്ച കൂട്ടായ്മയിലേക്ക്, ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രമാക്കാം. ശാന്തമായി നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ തൻ്റെ ചിറകിൻ്റെ മറവിൽ കാത്തു പരിപാലിച്ചു. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെയിരുന്നു. നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ ദൈവ സന്നിധിയിൽ വിനയപ്പെടുത്താം, പൂർണ്ണമായിട്ട് ഭരമേൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വലിയ ശക്തിയും സാന്നിധ്യവും നമ്മുടെ ഇന്നത്തെ ഈ കൂടിവരവിലും നമ്മൾ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു രാത്രികാലം അവിടുത്തെ കരങ്ങളിൽ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പരിപാലിച്ചു. ഈ പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൂട്ടിവരുത്തിയതിനായിട്ട് സ്തോത്രം. പിതാവെ, ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, കർത്താവെ, നനച്ചിരിക്കാതെയുള്ള ആപത്തുകളിൽ നിന്നോ ഒക്കെ ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചല്ലോ. ഈ പുതിയ പകൽക്കാലത്തിൻ്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് തരുന്ന ആയുസ്, നീ ഞങ്ങൾക്ക് നൽകുന്ന ദിവസങ്ങൾ, അത് കർത്താവെ അങ്ങയെ അടുത്തറിയുവാൻ, അങ്ങയുടെ കൃപയിൽ ജീവിപ്പാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങയുടെ സാക്ഷികളായി തീരുവാൻ നീ ഞങ്ങൾക്ക് തരുന്ന സാഹചര്യങ്ങളാണല്ലോ ദൈവമേ. അത് ഉപയോഗിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടി നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ഞങ്ങളുടെ ഈ കൂടിവരവിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾക്ക് സാങ്കേതികമായ തടസ്സങ്ങളൊന്നും കൂടാതെ ഈ കൂടിവരവ് അനുഗ്രഹീതമായി നന്നായി ക്രമീകരിക്കുവാൻ അവിടെ ഇടയാക്കണമേ. പാട്ടുകൾ പാടുന്നവരെയും, വേദപുസ്തകം വായിക്കുന്നവരെയും, പ്രാർത്ഥിക്കുന്നവരെയും, വചനം പ്രഭാഷിക്കുന്നവരെയും, അത് കേൾക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവാത്മാവിലായിരിക്കാൻ, അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിരിക്കാൻ ഇടയാക്കണമേ. കർത്താവെ, കടന്നു വരുവാനുള്ളവരെ അവിടുന്ന് ഓർമ്മിപ്പിച്ച് അവരെ അവിടുന്ന് കൂട്ടി ചേർക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മ ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തിൻ്റെ ശക്തീകരണത്തിന്, അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങളിൽ കൂടുതൽ അറിവ് നേടുന്നതിന്, കർത്താവെ, ഞങ്ങൾക്ക് നാളുകളിലൊക്കെ ലഭിക്കുന്ന വചനത്തിൻ്റെ വെളിച്ചപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിനൊക്കെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അവിടുത്തെ കൃപ ആദ്യവസാനം കൂടെയിരിക്കണം, എല്ലാവിധമായ നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയിൽ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് അന്നമ്മ ജോൺ ആൻറ്റിയാണ്. ആൻറ്റി 2 പാട്ടുകൾ പാടും. അതിനുശേഷം റീനി ഷാജി 28-ാം സങ്കീർത്തനം വായിക്കും. പാട്ട് പാടുന്നതിനായിട്ട് അന്നമ്മ ജോൺ ആൻറ്റിയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് അച്ഛാ, കേൾക്കാവോ?
കേൾക്കാം ആൻറ്റി. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ നോക്കാം. ഒന്നാമത്തെ പാട്ട് നിന്നിൽ ആശ്വാസം കാണാൻ. നിന്നിലാശ്വാസം കാണാൻ, നിന്നിലാശ്രയം വയ്ക്കാൻ, കൂടെയോൻ നീ ചാരെയുള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ, കൂടെയോൻ നീ ചാരെയുള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ. നാദ വിശ്വാസം താദ അഭയം നാദ വിശ്വാസം താദ അഭയം നിന്നിലാശ്വാസം കാണാം, നിന്നിലാശ്രയം വയ്ക്കാൻ, കൂടെയോൻ നീ ചാരെയുള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ, കൂടെയോൻ നീ ചാരെയുള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ. നാദ വിശ്വാസം താദ അഭയം നാദ വിശ്വാസം താദ അഭയം ജാതികൾ തമ്മിൽ കലഹിക്കുന്നു, രാജ്യം തന്നുള്ളിൽ ഛിദ്രിക്കുന്നു. ജാതികൾ തമ്മിൽ കലഹിക്കുന്നു, രാജ്യം തന്നുള്ളിൽ ഛിദ്രിക്കുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ മൂലം ഉള്ളം നാടുങ്ങിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ മൂലം ഉള്ളം നാടുങ്ങിടുന്നു. നാദ വിശ്വാസം താദ അഭയം നാദ വിശ്വാസം താദ അഭയം ആരുമില്ലാശ്രയമെന്നു തോന്നും നേരം ഏകാന്ത വേളകളിൽ, ആരുമില്ലാശ്രയമെന്നു തോന്നും നേരം ഏകാന്ത വേളകളിൽ, കൂടെ വസിക്കുന്ന അനാഥരായി തള്ളുക ഇല്ലെന്നു ചെന്നവനെ, കൂടെ വസിക്കുന്ന അനാഥരായി തള്ളു ഇല്ലെന്നു ചെന്നവനെ. നാദ വിശ്വാസം താദ അഭയം നാദ വിശ്വാസം താദ അഭയം ജീവിപ്പിച്ചിടും തിരുവചനം ഞങ്ങൾ ഉള്ളിൽ കരുതിടുവാൻ, ജീവിപ്പിച്ചിടും തിരുവചനം ഞങ്ങൾ ഉള്ളിൽ കരുതിടുവാൻ. നിത്യതയേകാമെന്നുള്ള നിൻ വാക്കുകൾ മാറില്ലെന്നോർത്തിടുവാൻ, നിത്യതയേകാമെന്നുള്ള നിൻ വാക്കുകൾ മാറില്ലെന്നോർത്തിടുവാൻ. നാദ വിശ്വാസം താദ അഭയം നാദ വിശ്വാസം താദ അഭയം നിന്നിലാശ്വാസം കാണാൻ, നിന്നിൽ
നിന്നിലാശ്രയം വയ്ക്കാം. ഉടയോന്നിച്ചാരെയുള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാം. ഉടയോന്നിച്ചാരെയുള്ളപ്പോൾ ആരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ. നാദാ വിശ്വാസം താദാ അഭയം നാദാ വിശ്വാസം താദാ അഭയം അടുത്ത പാട്ട് കണ്ണിൻ മണി പോൽ എന്നെ കരുതും. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളങ്കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാവും യേശുവേ, കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളങ്കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ, ഹൃത്തിൽ എന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിൽ എന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളങ്കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ, പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളങ്കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. താങ്ക് യു അച്ഛാ. താങ്ക് യു അന്നമ്മ ആൻറ്റി. ഇപ്പോൾ റീനി സങ്കീർത്തനം വായിക്കും. സങ്കീർത്തനം 28, സാം 28. അച്ഛ കേൾക്കാൻ പറ്റോ? കേൾക്കാം. യെസ്. ഓക്കെ. സാംസ് 28, സങ്കീർത്തനം 28-ാം അധ്യായം. യഹോവയെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ പാറയായുള്ളവയെ നീ കേൾക്കാതിരിക്കരുതേ.
നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ മന്ദിരത്തേക്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയും അവർ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവൻ എന്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എന്റെ ബലവും എന്റെ പരിചയം ആവുന്നു. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ ബലമാവുന്നു, തന്റെ അഭിഷിക്തൻ അവൻ രക്ഷാദുർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആരെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അല്പാസമയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ദാവീദിന്റെ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ് 28-ാം സങ്കീർത്തനം. ദാവീദ് തൻ്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് പറയുന്ന, തൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല, താൻ നേരിടുന്ന ജീവിത പ്രതിസന്ധികളിൽ ദൈവം ഇടപെടുന്നതിനെ കുറിച്ച്, എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ച്, എങ്ങനെ ഇന്റർവീൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും. പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ ഇടപെടുത്തുവാനുള്ള ഒരവസരമാണ്. പല സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടേണ്ടതായ. ദൈവം ഒരുപക്ഷെ മറ്റുള്ളവരെ ഒരുക്കി, മറ്റുള്ളവരിലൂടെ ദൈവം ഇടപെടേണ്ടതായ സാഹചര്യം. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ നടത്തേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ശബ്ദം ദൈവം കേൾക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ വൈരികളോട്, എതിരാളികളോട്, അതെന്ത് തന്നെ ആയിരുന്നാലും, മനുഷ്യരാകാം, ചുറ്റുപാടുകളാകാം, ഒരുപക്ഷേ മിക്കപ്പോഴും നമ്മുടെ വൈരികൾ നമ്മൾ തന്നെയാണ്. നമ്മളിലെ പാപങ്ങൾ, നമ്മൾ അറിയാതെ തന്നെ രൂപം കൊണ്ടിരിക്കുന്ന, നമ്മളെ തകർത്ത് കളയുന്ന അവസ്ഥകൾ. എനിക്ക് തോന്നുന്നു ഈ നാളുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളിൽ തന്നെയുള്ള വൈരികളോട് എതിരിടുവാൻ, നമ്മളെ തകർത്ത് കളയുന്ന നമ്മളിൽ തന്നെയുള്ള ശക്തികളോട് എതിരിടുവാൻ, അതിനെ നേരിടുവാൻ, അതിനുള്ള ബലം ഈ നാളുകളിൽ ദൈവം നമുക്ക് നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പല ജീവിത അവസ്ഥകളിലും അത് ആഘോഷിക്കുന്നവരാണ്. നമ്മുടെ പ്രൈഡ്, നമ്മുടെ അഹംഭാവം, നമ്മുടെ തന്നിഷ്ടം, നമ്മളുടെ സ്വാർത്ഥതകൾ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ, നമ്മളുടെ ഈഗോ, ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ ആരോ ആണ്, മറ്റുള്ളവരൊക്കെ എനിക്ക് താഴെയാണ്, സ്വാർത്ഥതകൾ, അങ്ങനെ പലതും പലപ്പോഴും നമ്മളെ അകത്ത് നിന്ന് തോൽപ്പിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അങ്ങനെയുള്ള നമ്മളിൽ തന്നെയുള്ള പല സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മൾ അതിനെ തിരിച്ചറിയാതെ പോകും. നമ്മൾ മറ്റു പലതിനു വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമുക്ക് പുറത്തുള്ള ശത്രുക്കൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന് വലിയ വെല്ലുവിളികളൊന്നും ഉയർത്താത്ത ചില ശത്രുക്കൾ, അതിനെയൊക്കെ നമ്മൾ കണ്ടെത്തി ഉണ്ടാക്കി അവരോട് നമ്മൾ പോരാടും. Whereas we fail to realize our enemy within ourselves. Dangerous, destructive enemies of our lives
ആർ വിത്തിൻ അസ്. അത് നമ്മുടെ വീട്ടിനകത്തുണ്ട്, നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്, നമ്മുടെ ബന്ധങ്ങളിലുണ്ട്, നമ്മുടെ ചിന്തകളിലുണ്ട്, നമ്മുടെ സമീപനങ്ങളിലുണ്ട്. നമ്മൾ അതിനെ നേരിട്ടില്ലെങ്കിൽ, അതിൻ്റെ മേൽ വിജയം നേടിയില്ലെങ്കിൽ, നമ്മൾ അഭിമാനത്തോടെ കാക്കുന്നതൊക്കെ പോവും. കുടുംബജീവിതം പോവും, വ്യക്തി ജീവിതം പോവും, നമ്മുടെ പേരന്റിങ് ലൈഫ് പോവും, നമ്മുടെ ചർച്ച് ലൈഫ് പോവും, സോഷ്യൽ ലൈഫ് നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, എനിക്കെതിരായി, എൻ്റെ ജീവിതത്തിന് സമാധാനത്തിന്, സ്വസ്ഥതയ്ക്ക്, അനുഗ്രഹത്തിന് എതിരായി എന്നിൽ തന്നെ പ്രവർത്തിക്കുന്ന ശക്തികളെ, എൻ്റെ ശത്രുക്കളെ നേരിടാനുള്ള കൃപ എനിക്ക് തരണമേ. എൻ്റെ അഹങ്കാരം, എൻ്റെ ഈഗോ, എൻ്റെ സ്വാർത്ഥത, എൻ്റെ വെറുപ്പ്, എൻ്റെ വിദ്വേഷം എല്ലാം നിയന്ത്രിക്കാനുള്ള എൻ്റെ ഒരു വലിയ താല്പര്യം, അതിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കണമേ. അതൊക്കെ എന്നെ അകത്തു നിന്ന് തകർക്കുന്ന പാപങ്ങളാണ്. അതിലൊന്നും അഭിമാനം കണ്ടെത്താതെ, അതിലൊന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനും, എൻ്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. 7-ാമത്തെ വാക്യമാണ് 28-ാം സങ്കീർത്തനം. പാട്ടൊക്കെ ഉണ്ട്, സന്തോഷവും ചില സമയങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പരമാർത്ഥമാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ പാട്ടും സന്തോഷവും ഒക്കെ മറ്റുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്താനാണ്. എനിക്കൊന്നുമില്ല, ഞാൻ വളരെ സന്തോഷവതിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണല്ലോ. അതുകൊണ്ട് വാസ്തവമായിട്ട് നമ്മുടെ ബലഹീനതകളുടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എൻ്റെ കുറവുകൾ അതിനെ പരിഹരിക്കണമേ. എനിക്കെതിരായി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ശത്രുക്കൾക്ക് എതിരായി പോരാടാൻ എന്നെ സഹായിക്കണമേ. എന്നെ കീഴ്പ്പെടുത്തുന്ന എന്നിൽ തന്നെയുള്ള പാപങ്ങളെ ജയിക്കാൻ എന്നെ ബലപ്പെടുത്തണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം, എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. എല്ലാ കുടുംബങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തുല്യരാണ്. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ ഒരുപോലെയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ഭാരങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ ദൈവം അത്ഭുതകരമായി മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവരെ നമുക്ക് ഓർക്കാം. ബന്ധങ്ങളുടെ ഉള്ളിൽ വല്ലാതെ വീർപ്പ് മുട്ടുന്നവരെ ഓർക്കാം. കുടുംബത്തിനുള്ളിലുള്ള സംഘർഷങ്ങൾ അത് താങ്ങാനാവാതെ സങ്കടപ്പെടുന്നവരെ കുറിച്ച് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങൾ വളരെ ഗൗരവമായി കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ
എവിടെയെല്ലാം അത്തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടോ, ആ കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ആരാധനകളും പ്രാർത്ഥനകളും കൂട്ടായ്മകളും ഒക്കെ വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കാനും കുറച്ചുകൂടി നന്മയോടുകൂടെ, സമാധാനത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ ജീവിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. സന്തോഷിക്കാൻ മറന്നുപോകുന്ന ജീവിതങ്ങൾ, പണം സമ്പാദിക്കുന്നതിൻ്റെ ഇടയിൽ, മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതിൻ്റെ ഒക്കെ ഇടയിൽ, ഒരുപാട് കാര്യങ്ങളൊക്കെ നേടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സ്വയം സന്തോഷിക്കാൻ മറന്നുപോകുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ സന്തോഷം കുടുംബജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ഈ നാളുകളിലൊക്കെ പഠിക്കുന്നത് അതാണല്ലോ. കാണാതെ പോയതിനെ ഇടയൻ കണ്ടെത്തിയപ്പോൾ, ആടിനെ കണ്ടെത്തിയപ്പോൾ എല്ലാവരെയും വിളിച്ചു, അവരെല്ലാവരും സന്തോഷിച്ചു. ദൈവരാജ്യം സന്തോഷത്തിന്റെ രാജ്യമാണ്, അവസ്ഥയാണ്. അവിടെ പരാതികളും പരിഭവങ്ങളുമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങൾ വാസ്തവത്തിൽ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളായി തീരാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രായമായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടിയും അന്നമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അങ്കിളിന് ദൈവം നൽകിയ സൗഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. അങ്കിളിനെ ശുശ്രൂഷിപ്പാനുള്ള കൃപ അന്നമ്മ ആൻറ്റിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്കിൾ വളരെ ക്ഷീണത്തിലാണ്, ഭക്ഷണം കഴിക്കാൻ ഒക്കെ പ്രയാസമുള്ള സാഹചര്യമാണ്. നമ്മുടെ സഭയുടെ പ്രാർത്ഥന ആ കുടുംബത്തിന് ആവശ്യമാണ്. പ്രിയപ്പെട്ട അമ്മണി ആൻറ്റി വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു. ദൈവം സൗഖ്യം കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലിസി ആൻറ്റിക്ക് വേണ്ടിയിട്ടും ഷമലൂട്ടി അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം രണ്ടുപേർക്കും ആവശ്യമായ ആരോഗ്യവും ബലവും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കുരുവിള അങ്കിളിന് വേണ്ടി, ലില്ലി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരെയും ആളുകളിൽ ബലപ്പെടുത്തുന്നത് അമിതമായി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രഞ്ജിത്ത് അങ്കിളിന് വേണ്ടി, സുശീല ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുശീല ആൻറ്റിയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടരുന്നു. ദൈവം പൂർണ്ണമായ സൗഖ്യം അവർക്ക് നൽകണമേ, ആൻറ്റിക്ക് നൽകണമേ, അങ്കിളിനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം വേണ്ട ബലവും കൃപയും ആൻറ്റിക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറിയാൻ അങ്കിളിന് വേണ്ടി ആരോഗ്യവും ബലവും ഒക്കെ പ്രിയപ്പെട്ട അങ്കിളിനും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. റോയി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഈ നാളുകളിലൊക്കെ അമിതമായി ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. പുഷ്പ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. മറിയമ്മ എബ്രഹാം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഫിലിപ്പ് അങ്കിളിന് വേണ്ടിയിട്ടും ചാച്ചിയമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഫിലിപ്പ് അങ്കിളിനെ ഓർക്കാം. കൈക്ക്, ശരീരത്തിനൊക്കെ പലവിധമായ ബലഹീനതകളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അങ്കിളും ആൻറ്റിയും രണ്ടുപേരും പല രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ദൈവം കൂടെ ഇരിക്കണമേ, ദൈവം സൗഖ്യം കൊടുക്കണമേ, ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മേരി ജോൺ ആൻറ്റി നാട്ടിലാണല്ലോ, ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതിഭ ആൻറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ആൻറ്റിക്കും ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ആൻറ്റിക്കും വേണ്ട ബലവും സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സാലി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓവന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയപ്പെട്ട അങ്കിളിനും നാളുകളിലൊക്കെ ആവശ്യമായ ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി, അന്നമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആൻറ്റി മകളോടൊപ്പം മലേഷ്യയിലാണ്, ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആലീസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം ആൻറ്റിക്കും കണ്ണിന് കാഴ്ച തീരെ ഇല്ലാത്ത അവസ്ഥയാണ്. ആൻറ്റിക്ക് ദൈവം വേണ്ട സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.
ഷീജയുടെ പിതാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട പിതാവും ചികിത്സയിലാണല്ലോ. ദൈവം വേണ്ട ബലവും ആരോഗ്യവും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രായാധിക്യത്തിന്റെ ക്ഷീണത്തിൽ ശാരീരികമായ ബലഹീനതയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ ദൈവം സൗഖ്യവും ആശ്വാസവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാം. കൊച്ചു ക്ലാസ്സുകൾ പഠിക്കുന്നവർ, പിഞ്ചു പൈതങ്ങളുണ്ട്, അവരെല്ലാം നമുക്ക് ഓർക്കാം. ജീവയുടെ മകൻ, ജീവയുടെയും ചിക്കുവിൻ്റെയും മകൻ, അതുപോലെ തന്നെ റോണിയുടെയും പ്രിൻസിയുടെയും മക്കൾ, മേരിയുടെയും ആശിഷിൻ്റെയും മകൾ. ദൈവം ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും വിവേകവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല വിവേകത്തോടെ വളർന്നു വരുവാനായിട്ട്, പഠിക്കാനുള്ള താല്പര്യത്തോടെ അവർ വളർന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. സിൽവിയ, ഗ്രേസ്, ജോനാത്താൻ, അമിത്, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിലൊക്കെ അവർ ധൈര്യത്തോടെ കൂടെ ഇരിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഓസ്റ്റിന് വേണ്ടിയിട്ടും നെയ്ത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവർ രണ്ടുപേരും +2 എക്സാംസ് എഴുതുന്നു. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ തുടർ പഠനം, അവരെല്ലാം നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഡിഗ്രി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പല ട്രേഡുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പരീക്ഷകൾ, അസസ്മെന്റ്, അവരുടെ അസൈൻമെന്റ്സ് ഒക്കെ അവർ നന്നായിട്ടൊക്കെ പഠിക്കുവാൻ അവരെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പുതിയ ക്ലാസ്സുകളിലേക്കൊക്കെ അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തും പല സ്ഥലങ്ങളിലായിട്ട് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. റിസർച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർത്താം പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ പഠനങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നാട്ടിൽ നിന്നൊക്കെ ഹൈദരാബാദിൽ വന്ന് പാർക്കുന്ന നമ്മുടെ CSAക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും. നഴ്സിങ്ങിന് വേണ്ടി, അതുപോലെ ഉന്നത PGയും ഡിഗ്രിയും റിസർച്ചും ഒക്കെ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാം. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ പഠനമൊക്കെ അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ജോലിയില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ, കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പല ആവശ്യങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായമായ സുഖമില്ലാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ പൗലോസങ്ങളുടെ പേര് വിട്ടുപോയി. പ്രത്യേകിച്ച് ലസിദേവയുടെ പിതാവ് പൗലോസങ്ങളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം പ്രിയ അങ്കിളിനും വേണ്ട ബലവും സൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, അതുപോലെ തന്നെ പല മേഖലകളിൽ ജോലിയാണല്ലോ. അവരെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ ജോലി മേഖലകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയുള്ളവർ, സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവർ, അതുപോലെ തന്നെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർ, അപകടകരമായ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ പലവിധമായ രോഗാവസ്ഥകളിൽ, ശാരീരികമായ അസ്വസ്ഥതകളിൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കെല്ലാം സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ അനേകരുണ്ടല്ലോ കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാളെ നാട്ടിൽ വെച്ച് വിവാഹ നിശ്ചയം നടക്കുന്ന അഭിലാഷിന് വേണ്ടി പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിംഗിൾ ആയിട്ടുള്ളവർ, അവരെയൊക്കെ ദൈവം തുടർന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ നമുക്ക് പ്രത്യേകം ഓർക്കാം.
ദൈവം അവർക്ക് തലമുറകളെയൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. ദൈവം ഉദരഫലത്തെയൊക്കെ ദൈവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുന്ന നിവ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സുഖകരമായ ഡെലിവറിയൊക്കെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ ഓക്സിലറീസിനെ നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂള്, യുവജന പ്രസ്ഥാനം, സ്ത്രീജന സഖ്യം, അൽമായ സംഘടന, ഗായക സംഘം, അങ്ങനെയുള്ള എല്ലാ സംഘടനകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സേവനം ചെയ്ത പട്ടക്കാരെ കുടുംബങ്ങളായിട്ട് ഏൽപ്പിക്കാം. ദൈവം അവരെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങള്, ബന്ധുമിത്രാദികള്, പ്രിയപ്പെട്ടവർ കേരളത്തിലും ഭാരതത്തിന്റെ പലയിടങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ, മക്കള്, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വളരെ ഒരു ഗ്ലോബൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ വിദേശങ്ങളിലൊക്കെ ഉള്ളവര് അവരൊരു തരത്തിലുള്ള പ്രയാസങ്ങളെ നേരിടാതെ ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ, അവരുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരതത്തിലെ സഭകളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ ഈ നേരിടുന്ന ഈ പ്രതിസന്ധിയൊക്കെ മാറി സഭയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മിഷണറി പ്രവർത്തനങ്ങളെ, മിഷണറിമാരെ, മിഷൻ പ്രദേശങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രയാസങ്ങളുടെയൊക്കെ മധ്യത്തിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളായിട്ടൊക്കെ ദൈവം നടത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ജസ്റ്റിൻ തമ്പി അച്ഛൻ്റെ കൊച്ചമ്മ, ഷേർലി കൊച്ചമ്മയെ പ്രത്യേകം ഓർക്കാം. കൊച്ചമ്മ ഇപ്പോഴും മാസ്റ്റർ മെഡിസിറ്റിയിൽ ട്രീറ്റ്മെന്റിലാണ്. ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ശുശ്രൂഷ കുടുംബമാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് പൂർണ്ണമായ സൗഖ്യം ദൈവം നൽകണമേ, ആശ്വാസം ദൈവം നൽകണമേ. പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അത്തരത്തിൽ രോഗികളായിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കൂട്ടായ്മകളെ നമുക്ക് ഓർക്കാം. ഞായറാഴ്ച ആരാധനകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഹൈടെക് സിറ്റി സാറ്റലൈറ്റ് വർഷിപ്പിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കാം. എല്ലാ പ്രാർത്ഥനാ കൂട്ടങ്ങളെയും കുടുംബങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധയിൽ സമർപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഫലമേൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചാച്ചമ്മ ആൻറ്റി പ്രാർത്ഥിക്കും. കേൾക്കാമോ അച്ഛാ? കേൾക്കാം ആൻറ്റി. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്വപിതാവ്, ഞങ്ങൾക്ക് ഈ സമയം ഒരുക്കി തന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കൂട്ടി വരുത്തിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളെ കരുതുന്നതിനായി, വഴി നടത്തുന്നതിനായി, കാത്തു സൂക്ഷിക്കുന്നതിനായി സ്തോത്രപ്പ. ഞങ്ങൾ കൂടി വരുന്ന ആലയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ഓരോ കുടുംബത്തിനായി, ഓരോ അംഗത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ മക്കൾ എഴുതുന്ന പരീക്ഷ കർത്താവെ നന്നായി എഴുതുവാൻ, നല്ല മാർക്ക് വാങ്ങി പാസ്സാകുവാനും കർത്താവെ നീ അവരോട് കൂടെ ഇരുന്ന് അവരെ എഴുതിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. എല്ലാ എക്സാമിനും അവരോട് കൂടെ ആയിരിക്കണമേ കർത്താവെ, സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുഞ്ഞു പൈതങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ബാലാരിഷ്ടതയിൽ നിന്നൊക്കെയും അവരെ കാത്തുപിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായി കഴിയുന്ന എല്ലാ ആൾക്കാരെയും പേരുപേരായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവ്. ആശ്വാസവും കർത്താവെ സൗഖ്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുവജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ വഴി കൂടി അവരെ നടത്തണമേ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന യുവജനങ്ങളാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. അവരുടെ ജോലി കാര്യങ്ങളിലും അവരുടെ കുടുംബജീവിതത്തിലും എല്ലാം അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിനായി ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
ഞങ്ങൾക്കായി കരുതുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന അച്ഛനും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാ കാര്യങ്ങളും അവരോട് കൂടി ആയിരിക്കണമേ, അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളെയും അങ്ങേ കയ്യിൽ പരമേൽപ്പിക്കുന്ന കർത്താവെ, താങ്ങി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വിമൻസ് ഫെലോഷിപ്പ്, യുവജനം, സൺഡേ സ്കൂള്, വിമൻസ് ഫെലോഷിപ്പ്, കൊയർ, എല്ലാ സംഘത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാം ഭംഗിയായി നടത്തുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഓരോ അംഗത്തെയും കർത്താവെ അങ്ങ് ബലപ്പെടുത്തണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കൂട്ടായ്മയ്ക്കായും പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബത്തിനായും ഓരോ അംഗത്തിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളായ കുടുംബത്തിൽ കഴിയുന്ന എല്ലാവർക്കും കർത്താവെ പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. നിന്റെ ആലയത്തിലേക്ക് തിരിച്ചു വരുവാൻ അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. അവരോട് കൂടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. പാർശ്വവ്യാധികളും രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കർത്താവെ. രോഗങ്ങളെയെല്ലാം കർത്താവെ അങ്ങ് നീക്കിക്കളയണമേ. രോഗികളെയൊക്കെയും കർത്താവെ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നീ ഞങ്ങളെല്ലാവരോടും കൂടെ ആയിരിക്കണമേ. അങ്ങയുടെ തണലിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. പള്ളിയിൽ വരുവാനും കർത്താവെ പ്രാർത്ഥനയെ പങ്കെടുക്കുവാനും കർത്താവെ കുർബാനയിൽ പങ്കെടുക്കുവാനും അടിയങ്ങളെയും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. താങ്ങി നടത്തുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാട്ടില് അച്ഛൻ്റെ കൊച്ചമ്മ സുഖമില്ലാതെ, ഷേർലി കൊച്ചമ്മയ്ക്ക് സുഖം എളുപ്പം കിട്ടുവാൻ തക്കവണ്ണം കർത്താവെ, വേഗം സുഖം പ്രാപിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബ്ലഡ് ആവശ്യത്തിന് കിട്ടുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നിന്റെ വേല ചെയ്യുന്ന കുടുംബത്തെ കർത്താവെ അവിടുത്തെ ചിറയിൻ കീഴെ മറച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ദൈവം തമ്പുരാൻ സൗഖ്യം നൽകി എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും ഓരോ മെമ്പേഴ്സിനെയും കുഞ്ഞു വൈദ്യങ്ങളെയെല്ലാം കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. അങ്ങയുടെ ചിറകിൻ മറവിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞു വൈദ്യങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കാലാരിഷ്ടതകളിൽ നിന്നൊക്കെയും കർത്താവെ അവരെ താങ്ങി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന പേരൻസിനെയും കർത്താവെ തിരുക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവെ കൂടിയിരിക്കണം. എക്സാം എഴുതുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങ് അവരോട് കൂടെ ആയിരിക്കണമേ, അവരുടെ കൈകളിൽ പിടിക്കണമേ, എഴുതുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭാവികളായ അടിയങ്ങളോടും കർത്താവെ കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിന്റെ ആലയത്തിലേക്ക് വരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രത്തോളം താങ്ങി നടത്തിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. താങ്ങി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. മറ്റുള്ളവർക്ക് ഭാരമാകാതെ കർത്താവെ അവിടുത്തെ ചെറിയന്റെ കീഴെ ഞങ്ങളെ മറിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാ യേശു തമ്പുരാന്റെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. മാനവമഹത്വം എടുത്താട്ടെ. എല്ലാ യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. വേദോന്നി കേൾക്കുമാറാണമേ. ആമേൻ. യേശുനാഥന്റെ പാദത്തിങ്കിൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടി പാഞ്ഞെത്തും ഇടയനവൻ. ആരും കാണാതെ കരഞ്ഞിടുമ്പോ തോളിൽ നീന്തിത്താൻ താഴുകിടുന്നു. സ്വർഗസിയോനിൽ നാഥനെ കാൺമതിനായി എൻ്റെ ആത്മാവു ദാഹിച്ചു കാത്തിരിപ്പു.
എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ആരെയും ഞാൻ ഭയപ്പെടില്ല, എൻ്റെ കർത്താവിൻ കൂടെ വന്നാൽ. ഇല്ല താഴ്കിൽ ഞാൻ തകരുകില്ല, എന്നും തന്നോടു ചേർന്നു നിന്നാൽ. യാത്രയിൽ ഞാൻ തളർന്നിടുമ്പോൾ, എന്നാത്മധൈര്യം ചോർന്നിടുമ്പോൾ, രാത്രി കാലിൽ നടുങ്ങിടുമ്പോൾ, എന്മേനിയാകെ വിറച്ചിടുമ്പോൾ, ശോഭിതമാ തിരുമുഖമെൻ ഉള്ളിൽ കണ്ണാലെ കാണുന്നതെൻ ഭാഗ്യം. പാടിടും ഞാൻ സ്തുതിവചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജനു ഞാൻ. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. ദൂരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ഭൂവിലാണെൻ ഭവനമെന്ന് അല്പവിശ്വാസി ഞാൻ കരുതി, സ്വർഗവീട്ടിലെല്ലാം ഒരുക്കി വെച്ച് എൻ്റെ നല്ല യേശു കാത്തിരിപ്പു. ക്രൂശിലേവും സഹിച്ചുവല്ലോ എൻ ക്ലേശഭാരം അകറ്റിടുവാൻ. പ്രാണനങ്ങ് സമർപ്പിച്ചല്ലോ എന്നാത്മരക്ഷ വഴി തെളിക്കാൻ. തേടുകില്ല ജഡിക സുഖം ഇനി ഞാനല്ല ജീവിപ്പതേശുവത്രേ. പാടിടും ഞാൻ സ്തുതിവചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജനു ഞാൻ. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തും ഇടയനാവൻ. ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തി തൻ താഴുകിടുന്നു. സ്വർഗസിയോനിൽ നാഥനെ കാൺമതിന എൻ്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിപ്പു. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രകാരം ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാനായിട്ട് ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം വളരെ പ്രസിദ്ധമായ ഒരു സുവിശേഷത്തിലെ 15-ാം അധ്യായം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. അതിൽ പ്രധാനമായിട്ട് 3 ഉപമകളാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അതിൻ്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ച്, അതിൻ്റെ
യേശു ഈ ഉപമകൾ പറയാനുള്ള കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒപ്പം തന്നെ യേശു കർത്താവ് ആദ്യം പറഞ്ഞ ഉപമയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പരീശന്മാരും യേശുവുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദ Pharisees and scribes. The main focus of the conflict is Jesus is going with the sinners and the tax collectors, and Jesus is eating and having fellowship with them. യേശു തന്റെ ശുശ്രൂഷാ വേളയിൽ സമൂഹം പാപികളായി, സമൂഹം കുറ്റക്കാരായി, സമൂഹം മോശക്കാരായി കണ്ട ജനങ്ങളുമായിട്ട്, സമൂഹങ്ങളുമായിട്ട്, അല്ലെങ്കിൽ മോശപ്പെട്ടത് എന്ന് കരുതുന്ന, അവർ കരുതിയ തൊഴിൽ ചെയ്തിരുന്ന ആളുകളുമായിട്ട് യേശു കൂട്ടുകൂടി. യേശു അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു, അവരോടൊപ്പം ജീവിച്ചു. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ജനങ്ങളെ യേശു ദൈവരാജ്യത്തിലേക്ക് ക്ഷണിച്ചു, ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി. സോ ദാറ്റ് ഈസ് ദി context, or that is that attitude, that approach of Jesus, that initiative of Jesus has sparked the opposition from the Pharisees. അല്ലെ, യഹൂദന്മാരുടെ നേതാക്കന്മാരായിട്ടുള്ള, സമൂഹത്തിന്റെ ഉന്നതരായിട്ടുള്ള, ജ്ഞാനികളായിട്ടുള്ള, സമൂഹത്തിൽ സ്വാധീനമുള്ള പരീശന്മാരിൽ നിന്നും ശാസ്ത്രിമാരും യേശുവിനോട് എതിർത്തത്, യേശുവിനോട് വിയോജിച്ചത്, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് യേശു ഈ പാരബിൾസ് പറയുന്നത്. ഈ ഇതിനകത്ത് 3 പാരബിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. There are 3 parables in this text. ഒന്ന്, parable of the lost sheep, which is also a popular parable. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഈ ഭാഗം നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. There is a parallel in Matthew. മറ്റൊന്ന്, രണ്ടാമത്തത് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള പാരബിൾ ആണ് ദ പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ, അതല്ലെങ്കിൽ ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ, നഷ്ടപ്പെട്ട മകന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ദ സ്റ്റോറി ഓഫ് ദി ഗോയിങ് അവേ ഓഫ് ദ സൺ, the life of the son in distance, and his coming back to the father, and then the conflict, the disagreement between the father and the elder son over the younger son. So that അതൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാരബിൾ അല്ലേ. ഈ 2 വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉപമകൾക്കിടയിൽ the parable of the lost coin, it's not exactly the parable of the lost coin, it is the parable of the lost and found coin. അങ്ങനെ നമ്മൾ പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയുന്നത് lost sheep, lost coin, lost son. No, it is not exactly. So that title does not represent the entirety of the parable. ആ ഉപമയുടെ സമഗ്രതയെ, അതിന്റെ സമ്പൂർണതയെ ആ ഒരു ടൈറ്റിൽ, നമ്മുടെ ഈ ടൈറ്റിലിങ്ങിന്റെ ഒരു വലിയ പ്രോബ്ലം അതാണ്. Our headings may not represent the exact things happening. അപ്പോൾ ഈ ടൈറ്റിലുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇറ്റ് ഷുഡ് ബി വെരി കോംപ്രിഹെൻസീവ് അല്ലേ. അപ്പോൾ ഈ ഉപമകൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ടൈറ്റിലുകൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോക്കസിങ് ഓൺ one side, one aspect, the lost aspect of life. But in the parable, there is a very bright, very hopeful, prospective aspect within the parable. Whatever is lost at the initial part of the parable is found at the center of the parable. അല്ലേ, ഈ ഉപമയുടെ മധ്യഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയത് കണ്ടെത്തപ്പെടുന്നുണ്ട്, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുന്നുണ്ട്. So the lost is found. So
So what I suggest is we may have to reframe, restructure the title of the parables. So whatever is lost, since it is found, then we have to reframe the parable as the parable of the lost and found sheep, the parable of the lost and found coin, and the parable of the lost and found son. But at the same time, നമ്മൾ ആ മൂന്നാമത്തെ പാരബിളിലേക്ക് വരുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. When the lost younger son was found or he was returned, നഷ്ടപ്പെട്ടു പോയ ഈ ഇളയ മകൻ തിരികെ വരുമ്പോൾ the father is on the verge of losing the elder son. ഇളയ മകൻ തിരിച്ചു വരുമ്പോൾ ആ പാരബിൾ അവസാനിക്കുന്നത് ഒരുപക്ഷെ ഈ മൂത്ത മകൻ ഈ അപ്പന് നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഒരു ആശങ്ക നമ്മളിത് വായിക്കുമ്പോൾ നമുക്കുണ്ടാവും. റൈറ്റ്? Because there is a conflict between the father and the elder son. അല്ലെ, മൂത്ത മകനും അപ്പനും തമ്മിൽ ഒരു So the elder son is not in complete agreement with the father, especially in terms of the father accepting, receiving with full glory and honor the younger son. അല്ലെ, നഷ്ടപ്പെട്ടു പോയ മകനെ ഇളയ മകൻ തിരിച്ചു വരുമ്പോൾ ആ മകനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ മൂത്ത മകനും അപ്പനും തമ്മിൽ ഒരു തർക്കം, ഒരു വിയോജിപ്പ്, ഒരു ചർച്ചയില്ലായ്മ. So we may have to rethink, reframe the parable. അപ്പൊ ഈ രണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള പാരബിൾസിന്റെ ഇടയിൽ this one, the middle one, നമ്മൾ അങ്ങനെ പറയത്തില്ലേ, സാൻഡ്വിച്ച് എന്ന് പറയും നമ്മൾ. So this parable is sandwiched between the lost sheep and the lost and found sheep and lost and found son. അല്ലെ, കാണാതെ പോയി കണ്ടുകിട്ടുന്ന ആടിന്റെയും കാണാതെ പോയി കണ്ടുകിട്ടുന്ന അല്ലെങ്കിൽ കാണാതെ പോയി മടങ്ങി വരുന്ന മകന്റെയും ഉപമകളുടെ ഇടയിൽ പെട്ടുപോയ ഒരു പാരബിളാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെ, 8, 9, 10, 3 വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നത്. നാം ഇങ്ങനെ വായിക്കുന്നു, അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതമാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദിസ് ഈസ് ദി പാരബിൾ ഓഫ് ദി ലോസ്റ്റ് കോയിൻ. ഇതാണ് കാണാതെ പോയി കണ്ടുകിട്ടുന്ന നാണയത്തിന്റെ ഉപമ. അപ്പോ ഈ ഉപമയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ബിക്കോസ് ഓഫ് ദി പോപ്പുലാരിറ്റി ഓഫ് ദി അതർ 2 പാരബിൾസ്, അതായത് കാണാതെ പോയി കണ്ടുകിട്ടുന്ന ആടിന്റെയും കാണാതെ പോയി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മടങ്ങി വരുന്ന മകന്റെയും കഥകൾ പറയുന്ന, ജീവിതം പറയുന്ന 2 വളരെ പ്രസിദ്ധമായ ഉപമകൾക്കിടയിൽ അമർന്നുപോയ, അല്ലെ, അതിനകത്ത് ജാമായി പോയ, അതല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് ആയി പോയ ഒരു ഉപമയാണ് ഈ കാണാതെ പോയി കണ്ടുകിട്ടുന്ന നാണയത്തിന്റെ ഉപമ. This parable is quite often a neglected one in the context of the other 2 popular parables. അപ്പോൾ ഇതിനകത്ത് ഒന്ന്, ബിക്കോസ് ഓഫ് ദ പോപ്പുലാരിറ്റി, the other 2 are popular. അത് മാത്രമല്ല ഇത് നെഗ്ലക്റ്റഡ് ആകുന്നതിന്റെ കാരണം,
ഇത് എന്തുകൊണ്ട് നെഗ്ലക്റ്റ് ആയി എന്നുള്ളതൊരു ചോദ്യമാണ്. വൈ ഇറ്റ് ഈസ് സോ നെഗ്ലക്റ്റഡ്? നമ്മൾ അങ്ങനെ കാര്യമായ ഒരു പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ? ഞാൻ പോലും ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു നമ്മുടെ ഈ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയിലെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോലും ഇതിനെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കാനും വായിക്കാനും ഒക്കെ ശ്രമിച്ചത്. കാരണം അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം, അതിലേക്ക് നാം പിന്നീട് വരാം. ഒന്ന് പറഞ്ഞത്, ഒന്ന് നെഗ്ലക്റ്റ് ആയി പോകാനുള്ള ഒരു കാരണം ബിക്കോസ് ഓഫ് ദ പോപ്പുലാരിറ്റി ഓഫ് ദി അതർ ടു, അല്ലെ? നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. ഈ പ്രശസ്തര് വരുമ്പോഴാണ് നമ്മളൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയി പോകുന്നത്, അല്ലെ? പോപ്പുലാരിറ്റി ഈസ് ഗുഡ്, ബട്ട് പോപ്പുലാരിറ്റി മേ റെഡ്യൂസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അതേഴ്സ്. അല്ലെ, വലിയ ആൾക്കാർ വരുമ്പോൾ ചെറിയ ആൾക്കാർ അങ്ങ് സിഗ്നിഫിക്കൻ്റ് ആവും, ഇൻസിഗ്നിഫിക്കൻ്റ് ആവും, അല്ലെ? അവരെ കാണാതെ പോകും, അവർ ശ്രദ്ധിക്കപ്പെടാതെ. അത് ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളെപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴും ഈ ഇടയനെ, കാണാതെ പോയ ആടിനെ അന്വേഷിക്കുന്ന ഇടയനെ കുറിച്ച്, സ്വത്ത് വാങ്ങിച്ച് പോയിട്ട് മടങ്ങി വരുന്ന മകനെ സ്വീകരിക്കുന്ന അപ്പനെ കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ വി കൺവീനിയൻ്റ്ലി ഫൊർഗെറ്റ് ദ വുമൺ ഇൻ ദിസ് പാരബിൾ, അല്ലേ? അപ്പോൾ ഒന്ന് പോപ്പുലാരിറ്റി. നമ്മൾ പലപ്പോഴും ഈ പ്രശസ്തിക്കും പ്രസിദ്ധമായതിനും ഒക്കെ പുറകെ പോകുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് വളരെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ ധന്യമാക്കുന്ന, നമ്മളെ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ചെറിയ കാര്യങ്ങൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണം പോപ്പുലാരിറ്റിയുടെ ഇടയ്ക്ക് പെട്ടാല്, അല്ലേ? പ്രസിദ്ധരായിട്ടുള്ള കൂടെ അല്ലേ, അല്ലെ? ഭർത്താവ് പ്രസിദ്ധനാണെങ്കിൽ ഭാര്യ ചിലപ്പോൾ അപ്രസക്തമായി പോകും. ഭാര്യ പ്രസക്തിയാണെങ്കിൽ ഭർത്താവ്, അല്ലെ? നമ്മളെല്ലാം നിർമ്മല സീതാരാമനെ നമുക്കെല്ലാം അറിയാം, പക്ഷെ നിർമ്മല സീതാരാമന്റെ ഭർത്താവിനെ നമുക്കറിയില്ല എന്ന് പറയുന്നത്. നമ്മൾ ദ്രൗപദി മുർമു നമ്മുടെ പ്രസിഡന്റിനെ അറിയാം, പക്ഷെ അവരുടെ നമുക്ക് പിന്നെ അറിയേണ്ട കാര്യമില്ല അവരുടെ പ്രസിഡന്റിന്റെ ഭർത്താവ് ആരാണ്, നിർമ്മല സീതാരാമന്റെ ഭർത്താവ് ആരാണ് എന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ സ്വാധീനങ്ങളും പോപ്പുലാരിറ്റികളും ആരെയെങ്കിലും അപ്രസക്തമാക്കുന്നുണ്ടോ, ആരുടെയെങ്കിലും ഗുണത്തെയും മേന്മയെയും സാന്നിധ്യത്തെയും അത് ഇല്ലാതാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യം. ഇനി രണ്ടാമത്തെ കാരണം സിമിലാരിറ്റിയാണ്. ഒന്ന് പോപ്പുലാരിറ്റി. കാരണം കാണാതെ പോയ ഇടയൻ ആട് വളരെ ഫെമിലിയർ ആണ്, പോപ്പുലർ ആണല്ലോ, അതിനെ കണ്ടെത്തുന്ന ഇടയൻ. രണ്ടാമത്തെ കാരണം സിമിലാരിറ്റി. കാരണം ഈ കാണാതെ പോയ ആടിനെ കണ്ടെത്തുന്ന ആ ഇടയന്റെ ഉപമയുമായി സാമ്യമുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ട്വിൻ പാരബിൾസ് എന്നാണ് പറയുന്നത്. ട്വിൻ പാരബിൾസ്, ഒരേ സ്വഭാവമുള്ള, ഒരേ ഗണത്തിൽപ്പെടുന്ന, ഒരേ സന്ദേശം പറയുന്ന, ഒരേ രൂപത്തിലുള്ള, ഒരേ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്ന രണ്ടും. അതുകൊണ്ടാണ് യേശു കർത്താവ് അല്ല, ഓർ എന്ന് പറയുന്നത്, അല്ലെ? ആദ്യത്തെ ഉപമ പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ വിശദമാക്കാനായിട്ട് യേശു അതിന് സമാനമായ അർത്ഥത്തിലുള്ള, സമാനമായ രൂപത്തിലുള്ള ഒരു ഉപമ കൂടെ പറയുന്നു. ഒരുപക്ഷെ ഇടയന്റെ കോണ്ടക്സ്റ്റിനെ കുറിച്ച്, ഇടയന്റെ പശ്ചാത്തലത്തെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ യേശു കർത്താവ്, ഇടയൻ എന്ന് പറയുന്ന ഒരു ഓപ്പൺ പ്ലേസിലാണ്, ഒരു പൊതുവായ ഒരു സ്വഭാവമുള്ള, പൊതുവായ ജോലിയുള്ള, പബ്ലിക് വിസിബിലിറ്റി ഉള്ള, അവിടെ നമ്മൾ പറയുന്നില്ല, അവിടെ മലമുകളിലൊക്കെ വിട്ടിട്ട് 99 മലമുകളിൽ വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി പോകുന്ന. അപ്പോൾ അതൊരു ഓപ്പൺ സ്പേസ്, ഒരു ഓപ്പൺ പ്രൊഫഷൻ, ഒരു ഓപ്പൺ അണ്ടർസ്റ്റാൻഡിങ് ഇടയന്മാരെ കുറിച്ചൊക്കെ. എന്നാൽ എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാറ്റഗറി കൂടെ ഉണ്ടായിരിക്കും. ജീസസ് ഈസ് ടെല്ലിങ് എ പാരബിൾ ഫ്രം എ ഡൊമസ്റ്റിക് പ്രൈവറ്റ് സ്പേസ്, ഒരു സ്വകാര്യമായ ഒരു വീടിന്റെ ഉള്ളിലുള്ള നടക്കുന്ന കാര്യത്തെക്കുറിച്ച് യേശു ഒരു കഥ പറയും, അല്ലെ? സിമിലറാ. അതുകൊണ്ട് ട്വിൻ പാരബിൾസ് എന്ന് പറയുന്നത്. ദ ഐഡിയ, ദ മെസ്സേജ്, ദ ട്രൂത്ത് ഇൻ ബോത്ത് ദ പാരബിൾസ്, കാണാതെ പോയി കണ്ടെത്തപ്പെടുന്ന ആടിനെ കുറിച്ചുള്ള ഉപമയും കാണാതെ പോയി കണ്ടെത്തുന്ന നാണയത്തെക്കുറിച്ചുള്ള ഉപമയും കണ്ടന്റ് വൈസ്, മെസ്സേജ് വൈസ് സിമിലർ ആണ്. അതുകൊണ്ട് അതിന് ട്വിൻ പാരബിൾസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ
അതുകൊണ്ടാകാം ഈ അങ്ങനെ ഒരേ സന്ദേശം ഉള്ളത് കൊണ്ട് കൺവീനിയന്റ്ലി ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വി ലേൺ ആൻഡ് ഗോ വിത്ത് ദ ഫസ്റ്റ് പാരബിൾ അല്ലെ, അതാവാം ഒരു കാരണം. അപ്പോൾ ഈ പാരബിളിന്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അതാണ്. ഈ പാരബിളിനെ കുറിച്ചുള്ള രണ്ടാമത്തെ സവിശേഷത നമുക്ക് പറയാമെങ്കിൽ എന്താണ്? ദിസ് ഈസ് എ പാരബിൾ that talks about a woman അല്ലേ. യേശു കർത്താവ് അങ്ങനെ സ്ത്രീകളെ കുറിച്ച് അധികം കഥകൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ ഈ പുളിച്ച മാവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അല്പം അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു അല്ലെ. ഒരു സ്ത്രീ അതെടുത്ത് മാവിനോട് വെക്കുന്നു. അവിടെയാണ് മറ്റൊരു സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് എ പാരബിൾ അബൌട്ട് എ വുമൺ. ഒരുപക്ഷെ ഇത് ഇത്രത്തോളം ഇൻസിഗ്നിഫിക്കൻ്റ് ആയി പോകാൻ, ഇത്രത്തോളം പോപ്പുലർ അല്ലാതായി പോകാൻ, ഇത്രത്തോളം നെഗ്ലക്ട് ചെയ്യപ്പെടാൻ ഉള്ള ഒരു കാരണം അതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എ പാരബിൾ അബൌട്ട് എ വുമൺ. കാണാതെ പോയതിനെ കണ്ടു കിട്ടുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മൾ പറഞ്ഞു. ദിസ് പാരബിൾ ടോക്സ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. അപ്പോ ഇടയന്റെ കാര്യം പറയുന്നു. അടുത്ത പാരബിളില് അപ്പന്റെ കാര്യം പറയും. രണ്ടുപേരും പുരുഷന്മാരാണ്. ഇടയൻ ഒരാണാണ്, അപ്പനും ആണാണ്. ഇതിന്റെ ഇടയ്ക്കാണ് യേശു ഒരു സ്ത്രീയെ കുറിച്ച് ഒരു ഉപമ പറയുന്നു. നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലമാണ് അല്ലെ, എനിക്ക് തോന്നുന്നു. ഇനി മേ ബി ദ ബേസിക് റീസൺ ദാറ്റ് ക്വൈറ്റ് ഓഫൻ വി കൺവീനിയന്റ്ലി നെഗ്ലക്ട് ദിസ് പാരബിൾ അബൌട്ട് എ വുമൺ. ഒരു സ്ത്രീയെ കുറിച്ചുള്ള ഒരു പാരബിൾ. ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ പറയാനായിട്ട്, കാണാതെ പോയതിനെ കണ്ട് കിട്ടുന്ന ദൈവത്തിന്റെ രക്ഷയെ കുറിച്ച്, വീണ്ടെടുപ്പിനെ കുറിച്ച് പറയാനായിട്ട് എന്തിനാണ് യേശു കർത്താവ് ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നത് അല്ലേ? ഒരുപക്ഷെ ആദിമസഭയും നമ്മളും ഒക്കെ എപ്പോഴും വി ട്രൈ ടു ഈക്വലൈസ് ഗോഡ് വിത്ത് മെയിൽ അല്ലേ. ദൈവം ആണിന്റെ ഇമേജുമായിട്ട് വലിയ താടിയൊക്കെ വളർത്തിയ ഒരു ദൈവം, നരച്ച താടിയും നീണ്ട മുടിയും വെള്ള ഉടുപ്പും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ഇമേജാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യുന്നില്ല. ഈസ് വുമൺ ആൻ ഇമേജ് ഓഫ് ഗോഡ്? സ്ത്രീ ദൈവത്തിന്റെ സദൃശ്യമാണോ? ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവ് പോലും ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഭാഗം ഇതാണ് കേട്ടോ. പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ യേശു കർത്താവ് എല്ലാവരെയും തുല്യമായി കണ്ടു. For him there was no discrimination between man and woman. ഈ സ്ത്രീകളുടെ ശുശ്രൂഷ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യ ശുശ്രൂഷയില് സ്ത്രീകൾക്ക് വളരെയധികം പങ്കുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് ഒരു സ്ത്രീ, രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള കൂട്ടായ്മ അല്ലെ. മറിയമും എലിസബത്തും സക്കറിയാവും അന്നയും. അങ്ങനെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ വി സീ lot of significant women in Luke's gospel, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. നോക്കൂ, യേശു വളരെ കൃത്യമായി, കർത്താവായ യേശു ക്രിസ്തു വളരെ കൃത്യമായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ജീസസ് ഈസ് deliberately choosing an image, a female, a woman image, in order to teach the character of God. നോക്കൂ, അവിടെ വളരെ കൃത്യമായി വുമൻ കറസ്പോണ്ട്സ് ടു ഗോഡ്. കാരണം ഒരു സ്ത്രീയുടെ കർമ്മങ്ങൾ, ഒരു സ്ത്രീയുടെ പ്രവൃത്തി, ഒരു സ്ത്രീയുടെ സമീപനം, ഒരു സ്ത്രീയുടെ മനോഭാവം, അത് ദൈവത്തിന്റെ റിഫ്ലക്ഷൻ ആണ്. ദാറ്റ്
actions and attitude reflects the character of God. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പ്രവാചകനും പറയുന്നത് തങ്ങളുടെ മക്കളെ ആശ്വസിപ്പിക്കുന്ന അമ്മ ദൈവം, അല്ലെ, തള്ളയെ പോലെ എന്നൊക്കെ പറയുന്നു. അമ്മ, ഫീമെയിൽ ആട്രിബ്യൂട്ട്സ്. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് നമ്മുടെയൊക്കെ ലോകത്തിൽ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ women are valued. Jesus was very sensitive towards the rights of women. Jesus celebrated the presence of women around him. And this is so surprising. Or in other sense, this is so disturbing for the Pharisees. കാരണം ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഉൾപ്പെടെയുള്ള യഹൂദന്മാരുടെ നേതാക്കന്മാർ, യഹൂദ സമൂഹം സ്ത്രീകളെയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഇടയന്മാരെ അശുദ്ധരായി കണ്ടതുപോലെ, അൺക്ലീനായി കണ്ടതുപോലെ, they also considered women as unclean. അതുകൊണ്ടാണ് ചില പാരമ്പര്യങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത്, ചില റബാനിക് പാരമ്പര്യങ്ങളിൽ പറയുന്നത്, ബ്ലസ്ഡ് ബി ഗോഡ് ദാറ്റ് ഹാസ് നോട്ട് മേഡ് മീ എ വുമൺ. ഒരു പുരുഷൻ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ നേരത്തെ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല എന്നൊരു പരീശൻ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ലൂക്കോസ് 18 പറയുന്നു. സമാനമായിട്ട് യഹൂദന്മാർ എന്ത് ചെയ്യും? ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കും. നോക്കണം, ഹൗ ഇൻസൾട്ടിങ് ഇസ് എ പ്രയർ ഫോർ ദ എൻറ്റയർ വിമൻ ഇൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിലെ സ്ത്രീകളെ മുഴുവൻ നമ്മൾ പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് അപമാനിക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ദൈവത്തോട് പറയുന്നത്, നിനക്ക് സ്തോത്രം, എന്നെ ഒരു സ്ത്രീയായിട്ട് സൃഷ്ടിക്കാഞ്ഞതിൽ നിനക്ക് സ്തോത്രം. അങ്ങനെയുള്ള അഹങ്കാരത്തിലൊക്കെ ജീവിക്കുന്ന, അഭിരമിക്കുന്ന കുറെ ആണുങ്ങളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. We think being a man is a privilege. No, it's not a privilege. There is no special privilege for being a man in this society. യേശു ഈ ഉപമ വളരെ ബോധപൂർവം നമ്മുടെ മനസാക്ഷിയെ തല്ലാനായിട്ട്, to break and crack the consciousness of man. അത് മാത്രമല്ല, യഹൂദന്മാരുടെ പാരമ്പര്യം പറയുന്നത് സ്ത്രീകൾ ചെയ്യുന്ന ജോലി പുരുഷന്മാരെ കൊണ്ട് ചെയ്യിക്കത്തില്ലായിരുന്നു. അതൊരു അപമാനമായി കണ്ടു. ഇന്നുമുണ്ട്. സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകണം, ചോറും കറിയും വെക്കണം, തുണി അലക്കണം, വീട് പെരുക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, കുഞ്ഞുങ്ങള് അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം. ഇതൊന്നും ചെയ്യാത്ത, മാറ്റാത്ത വലിയ ആണുങ്ങളും അന്തസ്സുള്ള ഞങ്ങൾ വലിയ കാര്യമാണ്, അല്ലെ? അതെങ്കിലും നമ്മുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചെറുക്കൻ അവന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ വലിയ സൂക്കേട്. ചെയ്യുന്നവന് കുഴപ്പമില്ല, ചെറുക്കൻ്റെ അമ്മയ്ക്കാ സൂക്കേട്. അയ്യോ, എൻ്റെ മോനെ ഞാൻ അടുക്കളക്ക്, എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്, അയ്യോ എൻ്റെ മോനെ ഞാൻ അടുക്കളയിൽ കയറ്റാതെ അതെല്ലാം ഉണ്ടാക്കാൻ, ചായ ഇടാൻ പോലും അറിയത്തില്ല. ഭയങ്കര അന്തസ്സായിട്ടാ പറയാം. എന്നുവെച്ചാൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലി അത് നമ്മൾ പഠിക്കണ്ട. വീട്ടില് പെൺകുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും ആൺകുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ 2 കാറ്റഗറിയാ. ആൺപിള്ളാരോട് ചിലത് പറയണ്ട. തുണി വിരിക്കാനും തുണി പെറുക്കാനും തുണി മടക്കാനും ഒക്കെ ആൺപിള്ളാരോടും പെൺപിള്ളാരോടും ഒരുമിച്ച് വരണം. ഞാൻ പറയും ആൺപിള്ളാരോട് കുറെ കൂടുതൽ പറയണം. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു തർക്കമുണ്ട്. ചില കാര്യങ്ങൾ മോളോട് പറയാൻ ഞാൻ പറയുന്നതിന് അവളോട് പറയുന്ന അവനോട് പറ, അവനത് ചെയ്യത്തില്ല, അല്ലേ? See, women, യേശു സ്ത്രീകളെ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനൊരു അവഗണിക്കപ്പെടേണ്ട ഒന്നല്ല സ്ത്രീകൾ.
നോക്കൂ, അത് മാത്രമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഭാഗമുണ്ട് ഈ ഒരു ഉപമയിൽ. എന്താണെന്നറിയാവോ? വളരെ ബോൾഡാണ് ഈ സ്ത്രീ. നമ്മളെപ്പോഴും പറയും സ്ത്രീകള് വേദപുസ്തക സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആണ്. ആണുങ്ങളുടെ മറവിൽ, ആണുങ്ങളുടെ നിഴലിന്റെ കീഴിൽ അങ്ങനെ നിന്നവരാണ് സ്ത്രീകൾ. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ചും അല്ല ഇവിടെ പറയും. സുവിശേഷ വേദഭാഗത്ത് നമ്മൾ കാണുന്ന സ്ത്രീകളൊക്കെ അങ്ങനെ ആണുങ്ങളുടെ മറവിൽ നിന്ന സ്ത്രീകളൊന്നുമല്ല. കന്യക മറിയം തൊട്ടിങ്ങോട്ട്, എലിസബത്ത് തൊട്ടിങ്ങോട്ട്, ഹന്ന തൊട്ടിങ്ങോട്ട്, അങ്ങനെ ആണുങ്ങളുടെ ഒരു നിഴലുണ്ടെങ്കിൽ അതിന്റെ നിഴലിൽ നിന്ന് മാത്രം ശൂരത്വം കാണിക്കുന്ന അങ്ങനെ ചിലരുണ്ട്. ആണുങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ ചിലർക്ക് പറ്റത്തില്ല. അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഇവിടെ സ്ത്രീ അങ്ങനെയല്ല. സീ ദിസ് വുമൺ ഈസ് എ ബോൾഡ് വുമൺ. ഈ സ്ത്രീ ഒരു നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു വുമൺ. ഷീ ഈസ് നോട്ട് മാർജിനലൈസ്ഡ്, പുവർ. എന്നാൽ പാവപ്പെട്ടവളൊന്നും അല്ല. ഒരുപക്ഷെ അവൾ അവളുടേതായിട്ടുള്ള തലത്തിൽ അധ്വാനിച്ച്, ചില ചിന്തകന്മാരൊക്കെ പറയുന്നത് അവൾക്ക് സ്ത്രീധനം കിട്ടിയത് അത് കൊയിനാ പോയെന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് അവൾക്ക് അധ്വാനിച്ചുണ്ടാക്കി കൂടി. അവൾ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ടാവാം ഒരുപക്ഷെ അത് ഒന്ന് കാണാതെ പോയപ്പോൾ അവൾ അതിനെ അത്രത്തോളം ഗൗരവത്തോടുകൂടി അന്വേഷിക്കാൻ തയ്യാറാകുന്നു. സോ എ വുമൺ വിത്ത് ഇക്കണോമിക് റിസോഴ്സസ്, ഒരു സാമ്പത്തികമായ ഭദ്രതയുള്ള ഒരു സ്ത്രീ, ഒരു വീടിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച്, ബാബാ സ്നേഹിതമാരെയും അയൽക്കാരത്തികളെയും ഒക്കെ വിളിച്ച് ഞാനിത് കണ്ടുകിട്ടി, യു കം ഹോം. അല്ലെ, ചില വീട്ടിൽ ചില സ്ത്രീകൾക്ക് അവരുടെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റില്ല, അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനൊക്കത്തില്ല, എല്ലാം കെട്ടിയവന്മാർ കൊണ്ട് നടക്കണേ. No, she was not that kind of a woman. She was very bold. She was very confident. യേശു ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയെ കുറിച്ച് പറയുക. ഷി ഹാസ് ദി ഓട്ടോണമി. അല്ലെ, അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവളുടെ ഫ്രണ്ട്സിനെ വീട്ടിൽ വിളിക്കാനും അവരോടൊപ്പം സന്തോഷിക്കാനും. ഷീ ഹാസ് ദ ഫ്രീഡം ടു പാർട്ടി വിത്ത് ഹെർ ഫ്രണ്ട്സ് അറ്റ് ഹെർ ഹോം. ചില വീട്ടിലൊക്കെ ആണുങ്ങളുടെ കൂട്ടുകാരൊക്കെ എപ്പോ വേണേലും വരാം. പാവം പിടിച്ച പെണ്ണുങ്ങളെല്ലാം അടുക്കളയിൽ ഇരിക്കും. അല്ലേ, പെണ്ണുങ്ങൾ എല്ലാം കുക്ക് ചെയ്ത് ആണുങ്ങളുടെ ഫ്രണ്ട്സിന് വന്ന് അവർക്ക് കുറിക്കാനും അവർക്ക് കുടിക്കാനും ഒക്കെ. നമുക്കറിയാമല്ലോ, നിങ്ങളുടെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്, ചിലരൊക്കെ എനിക്കറിയാം. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദെയർ ഫ്രണ്ട്സ്? എന്താണ് അവരുടെ ഫ്രണ്ട്സിന് എന്താ സംഭവിക്കുന്നത്? സോ ദിസ് സ്റ്റോറി, ഈ ഒരു ഉപമ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാ, കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പഠിക്കേണ്ടതാ. ഇതൊക്കെ വായിച്ച് പഠിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബത്തിനുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരും. ചില കാര്യങ്ങളും നമ്മൾ ദിസ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. ദിസ് ഈസ് നോർമൽ, യൂഷ്വൽ. സോ എ സ്റ്റോറി, എ പാരബിൾ ഓഫ് എ വുമൺ. രണ്ടാമത്തെ ചിന്ത, ഒരുപക്ഷെ ഇത് വേണ്ടത്ര പോപ്പുലർ ആകാതിരിക്കാനുള്ള ഒരു കാരണം അതായിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കുന്നു. കാരണം നമുക്ക് ഈ ഇഷ്ടമല്ലല്ലോ, ഒരു സ്ത്രീ അല്പം ബോൾഡ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമല്ല. അത് പുരുഷന്മാർക്ക് ഇഷ്ടമല്ല, അത് നമുക്ക് മനസ്സിലാവും അതിന്റെ മനഃശാസ്ത്രം. സ്ത്രീകൾക്കും ഇഷ്ടമല്ല, അല്ലേ? ഒരു 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 സ്ത്രീ, നമ്മളുടെ ഉള്ളിൽ ഒരു സ്ത്രീ ഇച്ചിരി സ്മാർട്ടായി സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, എതിർക്കുന്നു, തർക്കിക്കുന്നു, ആണുങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എന്തെങ്കിലും ചെയ്യും, നമുക്ക് ഇവർ ഇച്ചിരി കൊള്ളാമല്ലോ. പണ്ടൊരു അച്ഛൻ പറയായിരുന്നു, പണ്ട് അന്നൊന്നും എനിക്ക് ഈ വലിയ ധാരണ, ഞാൻ ഈ സെമിനാരി പോയതിനൊക്കെ ശേഷം കുറേയെങ്കിലുമൊക്കെ എനിക്ക് വെളിച്ചം ഉണ്ടായി. അങ്ങനെ സെമിനാരി പോയ വെളിച്ചം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാനും ഇരുട്ടിലായിരുന്നു ഒരു സമയം വരെ. പ്രത്യേകിച്ച് ഈ സ്ത്രീ സമത്വത്തെ കുറിച്ചൊക്കെയുള്ള ഭാഗത്ത് വരുമ്പോൾ ഭയങ്കര ഇരുട്ടിലായിരുന്നു, കണ്ണും കാണത്തില്ലായിരുന്നു. അതിനൊക്കെ മുമ്പ് പ്രൊബേഷന്റെ സമയത്താണ് പറയുന്നത്. ഒരച്ഛനോട് പറയായിരുന്നു, വീട്ടിൽ ചെന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ പറയും, ഓ ഈ വീട്ടിൽ പാൻഡിടുന്നത് അമ്മാമ്മയാന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, പാൻഡിടുന്നത് അമ്മാമ്മയാണ്. ഇപ്പൊ അങ്ങനല്ല, അമ്മാമ്മമാര് പാൻറ് വിടും, കൈലി കൊടുക്കും, വേണ്ടി വന്ന ആ കൈലി ആവശ്യദാർത്ഥം വന്ന ഒന്ന് മടക്കി കുത്തുകയും ചെയ്യും. കാലം മാറി. അതിനെക്കുറിച്ചുള്ള സൂചനകൾ വേദപുസ്തകം പോലും നമുക്ക് തരുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകും. സോ രണ്ടാമത്തെ ചിന്ത, ദിസ് ഈസ് എ പാരബിൾ ഓഫ് എ വുമൺ. ഇക്കണോമിക് റിസോഴ്സസ് ഉള്ള ഒരു വുമൺ. അവിടെ നമ്മൾ പറയുന്നത്, മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്,
യേശു കർത്താവ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്, ഈ ഉപമയിൽ പറയുന്നത് സ്ത്രീയാണല്ലോ പ്രധാനപ്പെട്ടത്. അവിടെ ഈ നാണയം, ദ്രഹ്മ എന്ന മലയാളത്തിൽ വളരെ കൃത്യമാണ്, നാണയമല്ല പറയുന്നത്, ദ്രഹ്മ. അതൊരു ന്യൂ ടെസ്റ്റമെന്റിലെ ഒരു ഭാഗത്ത് മാത്രം, ഈ ഭാഗത്ത് മാത്രമേ ആ പ്രയോഗമുള്ളൂ, ദ്രഹ്മ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വിവലന്റ് ടു ദിനാറിയസ്. നമ്മൾ ദിനാർ എന്ന് കേട്ടിട്ടുണ്ടോ? ദിനാറി, കുവൈറ്റ് ദിനാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് ദ്രഹ്മ എന്ന് പറയുന്നത് ഒരു കൂലി വേലക്കാരന് ഒരു ദിവസം കിട്ടുന്ന കൂലിയാണ് ഈ ദ്രഹ്മ എന്ന് പറയുന്നത്. പേയ്മെന്റ് ഫോർ എ ഡേ വർക്കർ, ഒരു കൂലി വേലക്കാരന്റെ ദിവസക്കൂലി. അത്ര ചെറുതല്ല, ഒരു ചെറിയ 5 പൈസ തൊട്ടുപോയ കാര്യമല്ല. സോ എ ഡേയ്സ് വേജ് ഈസ് നോട്ട് എ സ്മോൾ എമൗണ്ട്. ഒരു ദിവസക്കൂലി എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ എമൗണ്ട് ഒന്നുമല്ല. ഒരുപക്ഷെ ഈ ഉപമയിലെ ആ സ്ത്രീ ഒരുപക്ഷെ ഗലീലയിലുള്ള ഒരു വർക്കിംഗ് വുമൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? വർക്കിംഗ് വുമൺ, വേല ചെയ്ത് സമ്പത്തുണ്ടാക്കുന്ന, കാശുണ്ടാക്കുന്ന ഒരു വുമൺ. നമുക്ക് അതിനെക്കുറിച്ചുള്ള വേലയെക്കുറിച്ചൊന്നും നമ്മൾ പറയണ്ട, എന്തെങ്കിലും. ആ ഉപമയിൽ നമ്മൾ മൂന്നാമതായിട്ട് ചിന്തിക്കേണ്ടത് ദ യുണീക്നെസ് ഓഫ് ദിസ് പാരബിൾ. നേരത്തെ ഉള്ള ഉപമയിൽ നിന്ന്, അല്ലെങ്കിൽ ഇടയനിൽ നിന്ന് ഈ സ്ത്രീയുടെ ഉപമയിലേക്ക് വരുമ്പോൾ ഈ സ്ത്രീയെ വ്യത്യസ്തയാക്കുന്ന എന്താണ്? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. യേശു ദ ആൻസർ ഈസ് ദേർ ഇൻ ദ ക്വസ്റ്റ്യൻ. എന്താണ്? അന്വേഷിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അന്വേഷിക്കും എന്നാണ് അതിനർത്ഥം. കാരണം ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അത് കണ്ടുകിട്ടുന്നതും വരെ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടുകൂടെ അന്വേഷിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അന്വേഷിക്കും. The answer is there in the question. ഈ ചോദ്യത്തിന് തന്നെ ഉത്തരമുണ്ട്. എ ക്വസ്റ്റ്യൻ വിത്ത് എ സ്റ്റേറ്റ്മെന്റ്. കാരണം ഈ സ്ത്രീ, she is not a common kind of woman. She is a diligent seeker, അല്ലേ? ഭയങ്കര സൂക്ഷ്മതയോടുകൂടി അന്വേഷിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ വീടെന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചെറിയ വീടുകളാണ്. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് വിളക്ക് കത്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അടിച്ചു വാരുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. കാരണം ഒന്നുകിൽ ഈ നിലം മണ്ണ് മെഴുകിയ വീടാകാം, അതുകൊണ്ടാകാം അടിച്ചു വാരുന്നത്. അടിച്ചു വാരുമ്പോൾ സ്വാഭാവികമായിട്ട് ചൂലെടുത്ത് അടിക്കുമ്പോൾ ആ നാണയം പൊടിയുടെ അടിയിലാണെങ്കിൽ പൊടി മാറുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അതിങ്ങനെ അടിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കും, നമുക്കറിയാം, അല്ലേ? നമ്മൾ സെറ്റിപ്പിന്നൊക്കെ ഒരു വീട്ടിൽ കാണാതെ പോയി കഴിഞ്ഞാൽ ആലോചിച്ചു. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന ഒരു കഥയാണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ, സാരി കൊടുക്കണമെങ്കിൽ 2 ഡസൻ സെറ്റിപ്പിറ്റ് വേണം, അല്ലേ? ഓരോ സാരി ഉടുപ്പ് കഴിഞ്ഞ് വരുമ്പോഴും 2 സെറ്റിപ്പിൻ കാണാതെ പോകും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 4 വട്ടം സാരി ഉടുത്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെറ്റിപ്പിൻ, സേഫ്റ്റി പിൻ, അങ്ങനെ പറയാം, സെറ്റിപ്പിൻ അല്ല, സേഫ്റ്റി പിൻ വാങ്ങിക്കണം. അയ്യോ, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി, സേഫ്റ്റി പിൻ താഴെ പോയി. നമ്മളതിങ്ങനെ കാണുന്നത്, ഇപ്പൊ തപ്പിപ്പിടിച്ചൊക്കെ എടുത്തു വരണം, അങ്ങനെ ചില കാര്യം കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ നിലം മണ്ണ് മെഴുകിയ നിലത്താണെങ്കിൽ തൂക്കുമ്പോൾ വരാം. വേറൊരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഈ കഫർനഹൂം എന്നൊക്കെ പറയുന്ന സ്ഥലം വളരെ പാറക്കെട്ടുകളുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ചില ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഈ വീടിന്റെ തറ ഉണ്ടാക്കിയത് കല്ല് പാകിയ, കല്ല് നിരത്തി. നിങ്ങൾ കണ്ടിട്ടില്ല? ഇപ്പൊ വലിയ വലിയ വീടിന്റെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെള്ളം വീഴും, പാറക്കെട്ടുകളുണ്ട് വീടിനകത്താ, പക്ഷെ പൂട്ടിയിട്ടിരിക്കുക. എല്ലാ സംവിധാനങ്ങളെല്ലാം ഉണ്ട്, പാറക്കെട്ടും വെള്ളച്ചാട്ടവും വെള്ളവും എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്തിരിക്കുക? പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഈ പാറക്കല്ലൊക്കെ പാകും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോ ഇതിന്റെ ഇടയിൽ വല്ലതും ഈ നാണയം പോയാൽ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു വീടിന്റെ ഉള്ളിൽ ഒരു നാണയം പോയാൽ ഇറ്റ് ഡിമാൻഡ്സ് എ ഡെലിജന്റ് സെർച്ച്. മൂന്നാമത്തെ ചിന്ത അതാണ്, നോക്കണേ. വീടിന്റെ ഉള്ളിൽ ഒരു നാണയം പോയാൽ, ചിലതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ വളരെ ഗൗരവമായി അന്വേഷിക്കണം. ഈ സ്ത്രീ ഒരെണ്ണം അല്ലേ പോട്ടെ എന്ന് വിചാരിച്ചില്ല, അതിനെ വളരെ ഗൗരവമായി ആ സ്ത്രീ അന്വേഷിക്കുന്നു.
ദാറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവമാണ്. ഗോഡ് ആസ് എ ഡെലിജന്റ് സീക്കർ. ഈ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവ് ഈ ഉപമയെ കുറിച്ച് പറയുന്നത്, ഈ ഉപമയിലെ നാണയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരും ഈ നഷ്ടപ്പെട്ട നാണയം കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷിക്കുന്ന ഈ സ്ത്രീ കർത്താവുമാണെന്ന്. ഒരു സ്ത്രീയെ കർത്താവിനോട് ആ സഭാപിതാവ് ഉപമിക്കുന്നു. അല്ലെ, നഷ്ടപ്പെട്ടതിനോ പോയതിനോടുള്ള ദൈവത്തിന്റെ സമീപനത്തെ സൂചിപ്പിക്കാനുള്ള ഉപമയായത്. ഗോഡ് ആസ് എ ഡെലിജന്റ് സീക്കർ. തന്റെ സ്വന്തമായതിനെ അന്വേഷിക്കുകയാണ്, വല്ലവരുടെ അല്ലല്ലോ. സോ അതുകൊണ്ട് ദൈവം പാപികളെയും ദോഷികളെയും ഒക്കെ അന്വേഷിക്കുന്നെങ്കിൽ ഗോഡ് സെർച്ച് ഓൾ ഓഫ് us ബിക്കോസ് ഗോഡ് ഓൺസ് us. നമ്മളെല്ലാം ദൈവത്തിൻ്റെതാണ്. തൻ്റെ സ്വന്തമായതിനെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്, ദൈവം അന്വേഷിക്കുന്നത്. നമ്മുടെ സ്വന്തമായത്, നമ്മുടേതായത് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്കുള്ള അന്വേഷിക്കാനുള്ള ചില ത്വരയുണ്ടല്ലോ, അത് കോൺട്രാക്ട് എടുത്ത് അന്വേഷിക്കാനൊക്കെ ഉണ്ടാവില്ല. കോൺട്രാക്റ്റഡ് സെർച്ചേഴ്സ് അല്ലേ, അവർക്ക് ആ ആത്മാർത്ഥത ഉണ്ടാവില്ല. ഒരു ഉടയവൻ അന്വേഷിക്കുന്ന ആത്മാർത്ഥത വാടകക്കാരനില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇടയന്മാരിൽ കൂലിക്കാരൻ, അവർക്ക് അത്രേ ഉള്ളൂ. പക്ഷെ ദൈവം ഈ ഉടമയെ പോലെയാണ്, ഈ സ്ത്രീയെ പോലെയാണ്. അതായത് നഷ്ടപ്പെട്ടു പോയി എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഉടമസ്ഥതയെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത്. ദ റിയാലിറ്റി ഓഫ് ലോസ്റ്റ്നെസ് റീഅഷ്വേഴ്സ് ദ റിയാലിറ്റി ഓഫ് ഓണർഷിപ്പ്. ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതൊക്കെ നമ്മുടേതായിരുന്നു എന്ന്, നമ്മുടെ ഭാഗമായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. The reality of lostness reassures the reality of ownership. പാപത്തിൽ മനുഷ്യർ വീണു പോയപ്പോഴാണ് ദൈവം മനസ്സിലാക്കുന്നത്, the humanity was so close to God. നമ്മളൊക്കെ ചിലരെയൊക്കെ അന്വേഷിക്കണം. നമ്മൾ ചിലതിനെ ഒന്നും അന്വേഷിക്കാറില്ല, അതാണ് പ്രശ്നം. നമ്മൾ ചിലതിനെ അന്വേഷിക്കാറില്ല. കാരണം ഒന്ന്, ഈ നഷ്ടമായതിനെ അന്വേഷിക്കുന്നതിൽ നമുക്ക് ചില പെർസെപ്ഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ആരോടൊക്കെ ഇപ്പൊ പറയുന്നത്, നഷ്ടമായതൊരു പാപി അല്ലേ, ഒരു പാപിയെ അന്വേഷിക്കണം, നീതിമാനെ അന്വേഷിച്ചാൽ പോരെ. പാപിയെ ദൈവം അന്വേഷിക്കണോ? സഭ അന്വേഷിക്കണോ? അതോ പള്ളിയിലൊക്കെ വന്ന് അത്യാവശ്യം മാന്യമായ ഡീസന്റ് ആയിട്ട് ജീവിക്കുന്നവരെ സഭ അന്വേഷിച്ചാൽ മതിയോ? നോ. നമ്മളെപ്പോഴും ഭയങ്കര അന്തസ്സും ആഭിജാത്യവും ഡിഗ്നിറ്റി ഉള്ളവരെ മാത്രം നമ്മൾ ചേർത്ത് നിർത്തുന്നവരാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ചർച്ച്. ദൈവം അന്വേഷിച്ചത് അതിനെ അല്ല. അതിന്റെ അർത്ഥം നമ്മൾ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും, ദ നെസസിറ്റി ഓഫ് സെപ്പറേറ്റിംഗ് അസ് ഫ്രം സിൻ ആൻഡ് ബീയിങ് ഇൻവോൾവ്ഡ് ഇൻ സീക്കിംഗ് ദ ലോസ്റ്റ് അല്ലേ. പാപത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ തന്നെ പാപത്തിൽ പെട്ടുപോയവരെ അന്വേഷിക്കുക എന്നുള്ളത് സഭയുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് അവരെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിച്ചത്, യേശു കർത്താവ് അവരോടൊപ്പം കൂട്ടുകൂടിയത്. ബിക്കോസ് ദ ലോസ്റ്റ് ഡിസേർവ്സ് the forgiveness of God. And the lost definitely have to participate in the kingdom of God. അതിന് നമ്മൾ പറയുന്നത്, it is out of the initiating grace. ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ സ്നേഹമാ, ദൈവത്തിന്റെ കരുണയാണ്.
അതുകൊണ്ട് നമ്മളെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തുല്യരാണ്. ബിക്കോസ് വി ഓൾ ആർ ഈക്വൽ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ആൻഡ് ദ ഫോർഗിവ്നെസ് ഓഫ് ഗോഡ്. Because only the grace of God that creates, that makes room for us. And also the same grace will create in us the space, the room for others. മറ്റുള്ളവർക്ക് നമ്മളുടെ ജീവിതത്തിൽ കൃപയും സ്ഥാനവും ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. തള്ളിക്കളഞ്ഞവരെയും ഉപേക്ഷിച്ചവരെയും സ്റ്റിഗ്മറ്റൈസ് ചെയ്തവരെയും പാപികളാണെന്ന് മുദ്രകുത്തിയവരെയും ഒക്കെ തേടി ചെല്ലുന്നു. നമ്മൾ സഭ മറന്നുപോയി. ഇന്ന് പലതിന്റെയും പേരിൽ we categorize, we stigmatize, we invent new categories of sin and sinners. ദൈവം പറയുന്നു, ഇതൊരു വീണ്ടെടുപ്പിന്റെ സമയമാണ്. God diligently search the sinner, the lost. ഈ സ്ത്രീ നമ്മളോട് പറയുന്നതാ. നമ്മൾ അവസാന ഭാഗത്ത് പറയുന്നത് എന്താണ്? കണ്ടുകിട്ടി കഴിയുമ്പോൾ എന്താണ്? അവള് സ്നേഹിതരെയും അയൽക്കാരത്തികളെയും ഒക്കെ വിളിച്ചിട്ട് ഇറ്റ്സ് എ ഫീമെയിൽ പാർട്ടി അല്ലേ? സന്തോഷം ഈ ഉപമകളിലെല്ലാം ഉള്ളതാണ്. സന്തോഷം, അടിപൊളിയാണ്, ഭയങ്കര പാർട്ടിയാണ്. കാണാതെ ആടിനെ കിട്ടിയപ്പോഴും പാർട്ടി, കാണാതെ പോയ ദ്രഗ്മയെ കണ്ടെത്തിയപ്പോഴും പാർട്ടി, മകൻ തിരിച്ചു വന്നപ്പോഴും പാർട്ടി. അതിന്റെ അർത്ഥം എന്താ? ജോയ്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറയുന്നത്, where joy and celebration is absent, the kingdom is absent. ഈ സന്തോഷവും സമാധാനവും ഇല്ലാത്തിടത്ത് ദൈവരാജ്യം അസാധ്യമാണ്. ദൈവം നമ്മളെയൊക്കെ വിളിക്കുന്നത് എന്തിനാ? സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാനാ. we fail to celebrate, we fail to live in joy, അല്ലേ? സന്തോഷിക്കാൻ നമ്മൾ മറന്നു. ഏറ്റവും വലിയ സന്തോഷം പറയുന്നത്, ആദ്യത്തെ ഉപമ പറയുന്നത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും. ഈ ഉപമയുടെ അവസാനം പറയുന്നത് ദൂതന്മാരെ, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും. സന്തോഷിക്കുന്നവരെല്ലാം ദൂതരാണ്, ദൂതരുടെ മനോഭാവമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം ചിലത് നഷ്ടപ്പെട്ടു പോയതിനെ ഡിലിജൻ്റായിട്ട് കണ്ടുപിടിക്കണം, കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സൗഹൃദം, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ചുമ്മാ ഒന്നും ഒക്കത്തില്ല. I tell you, maintaining relationships is not easy. ചുമ്മാ ഒന്നും പറ്റത്തില്ല. അതിന് ചില തീവ്രമായ ആഗ്രഹങ്ങളുണ്ടാകും, അഭിലാഷങ്ങളുണ്ടാകും, അന്വേഷണങ്ങളുണ്ടാകും. നഷ്ടമായത് എൻ്റെതും കൂടെയാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാകും, ഓണർഷിപ്പ്. അതുകൊണ്ട് ഈ പകൽക്കാലം let us retrieve the lost joy in our lives. നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായ സന്തോഷത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പല്ല് കടിച്ചും പോരിന് വിളിച്ചും വെറുത്തും വിദ്വേഷിച്ചും മത്സരിച്ചും എന്തിനാ നിങ്ങളുടെ ശരീരവും ജീവിതവും മനസ്സും കളയുന്നത്? എന്തിനാ രോഗിയാവുന്നത്? എന്തിനാ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്? സെലിബ്രേറ്റ്, സ്നേഹിക്കൂ, സന്തോഷിക്കൂ. നഷ്ടമായി പോയ ഇതിനെയൊക്കെ തിരിച്ചന്വേഷിക്കാൻ, വിളിക്കാൻ, കണ്ടെത്താൻ ദൈവം നമ്മോട് പറയുന്നുണ്ട്. ഈ ഉപമയിലെ ഈ സ്ത്രീയെ പോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം
സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും സമാധാനിക്കാനും മറ്റുള്ളവരുമായി സ്നേഹിതരുമായി കൂടിച്ചേർന്ന് സന്തോഷിക്കാനും. ദൂതന്മാർ സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും, അയൽക്കാർ സന്തോഷിക്കും, സ്നേഹിതർ സന്തോഷിക്കും. Let our joy be very comprehensive and inclusive. അല്ലേ? അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ നാളുകളിൽ സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നപ്പാ. കർത്താവെ, കഴിഞ്ഞ ഒരു രാത്രികാലം കർത്താവ് നൽകി തന്ന സുഖകരമായ ഉറക്കത്തിനായിട്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം, ഈ പ്രഭാതത്തിന്റെ നന്മകൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, കർത്താവെ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് ബലം നൽകുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ ദൈവമേ, ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ ബലഹീനതകളിൽ ബലം പകരുന്ന ഒരു ദൈവത്തെ കാണുവാൻ, അറിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടെടുക്കുന്ന കർത്താവെ, ദൈവമേ ഒരു സ്ത്രീയെ കുറിച്ച് കർത്താവെ ഞങ്ങൾ ഇന്ന് പഠിച്ചു. കർത്താവെ ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കി. കർത്താവെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയത് ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കർത്താവെ നല്ല പല സ്വഭാവങ്ങളുണ്ട് കർത്താവെ, അതിനെയൊക്കെ കർത്താവെ സമയമെടുത്ത് തിരികെ കർത്താവെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നീ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും വിലയേറിയതാണെന്ന് എണ്ണുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുമ്പോഴുള്ള സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലൊക്കെയും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവർക്കും വേണ്ട ബലവും ശക്തിയും ആരോഗ്യവും ആയുസ്സും അവിടുന്ന് കൊടുക്കണമേ. കർത്താവെ രോഗികളായിരിക്കുന്നവരുണ്ട്, പ്രയാസത്തിലിരിക്കുന്നവരുണ്ട്, ഭാരത്തിലിരിക്കുന്നവരുണ്ട് കർത്താവെ, ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്നവരുണ്ട് കർത്താവെ, എല്ലാവരുടെ മേലും കർത്താവിന്റെ കരം അവിടുന്ന് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, നീ അവിടുന്ന് തഴുകി തലോടണമേ, നീ അവിടുന്ന് സൗഖ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ അത്ഭുതകരമായ കരം കർത്താവെ നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് തൊടുമ്പോൾ സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ നാളുകളിലൊക്കെ കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് വേണ്ട പുതിയ വഴികളും വാതിലുകളും ഒക്കെ തുറന്നു തന്നു കർത്താവെ, ഞങ്ങളൊക്കെ കർത്താവെ നേർപാതയിൽ നടക്കുവാൻ തക്കവണ്ണം വിശ്വസ്തതയിലും നീതിയിലും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഈ ദിവസങ്ങളിലൊക്കെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, അവരുടെ ഓർമ്മയെ പുതുക്കണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകാതെ ദൈവമേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലഭിക്കുമ്പോൾ നന്നായിട്ടൊക്കെ കർത്താവെ ആൻസറുകളൊക്കെ ഓർത്തെടുത്ത് എഴുതുവാനുള്ള കൃപ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിവേകം അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലവും ശക്തിയും കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ ദൈവമേ, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടംപെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹോസ്പിറ്റലിലായിരിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ കൃപ നിന്റെ കർത്താവെ മകളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എത്രയും വേഗം പൂർണ്ണ സൗഖ്യത്തോടെ കർത്താവെ കിടക്ക വിട്ട് കർത്താവെ ഭവനത്തിൽ മടങ്ങിയെത്തുവാൻ തക്കവണ്ണം പ്രിയപിതാവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം കർത്താവെ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ അപേക്ഷകളും ഒക്കെ നീ ഇവിടുന്ന് മാനിക്കുന്ന ദൈവമായിരിക്കാൽ സ്തുതിക്കുന്നു. അനേകരും നിന്റെ മകൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുമ്പോൾ നീ അവിടുന്ന് കർത്താവെ പ്രാർത്ഥനകളെ കേട്ട് അവിടുന്ന് സൗഖ്യത്തിന്റെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പൂർണ്ണമായ വിടുതൽ പ്രാപിപ്പാനുള്ള കൃപ അവിടുന്ന് കൊടുക്കണമേ. കർത്താവെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിപ്പാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരിൽ കൂടിയുള്ള സഹായം കർത്താവെ നിന്റെ മക്കൾക്ക് തക്ക സമയത്ത് ലഭിപ്പാൻ തക്കവണ്ണം നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ ദൈവമേ ഞങ്ങൾ സകലതും സമസ്തവും അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുക. ഇന്നത്തെ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും ഒക്കെ കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാക്കി തീർക്കണമേ. തമ്മിൽ കാണുന്നത് വരെയും തിരിച്ചറിയുന്ന മറവിലൊക്കെ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ, രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ അടുക്കരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ രാജ്യശക്തി ആമേൻ.
നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുമശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും പുറത്തു വാച്ച വിഷയങ്ങളോടും നമ്മുടെ എല്ലാ ജീവിതാവശ്യങ്ങളോടും ഇന്നും എല്ലായ്പ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോലികൾക്കിടയിലുമൊക്കെ പലരും പങ്കെടുത്തു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പാട്ടുപാടി സഹായിച്ച അന്നമ്മ ആൻറ്റിയോടും സങ്കീർത്തനം വായിച്ച റീനിയോടും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് സഹായിച്ച ചാച്ചിയമ്മ ആൻറ്റിയോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഞായറാഴ്ച ഒരുമിച്ച് കാണാം എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.